മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടങ്ങി. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് പ്രതിഷേധം. രാജ്ഭവൻ മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി R. ശ്രീത്ത്, സലീം മാലിക് എന്നിവർ ചേരുന്നു. ശ്രീത്തിലേക്കാദ്യം ശ്രീത്ത്, വൈകിയാലും അത് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സർക്കാർ. മുഖ്യമന്ത്രി അടക്കം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആദ്യഘട്ടത്തിലെ പ്രതികരണം അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരവേതാണ്ട് ആ പ്രതീക്ഷ അവസാനിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ LDFന് തീരുമാനം? ശ്രീത്, ഹാഷ്മി, വയനാട് ദുരന്തത്തിനിരയായ ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് സഹായം LDFന്റെ രാജ്ഭവൻ മാർച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചാണ്. മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധം. ഇത്രയധികം ദിവസങ്ങളുണ്ടായി. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ആണ്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ഒന്നാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അടിയന്തര സഹായം പോലും തരാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല. കോടതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ അവ്യക്തതയായിരുന്നു കേന്ദ്രത്തിൻ്റെ മറുപടി. മാത്രമല്ല, നേരത്തെയുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ SDRFലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ന്യായം പറയുകയായിരുന്നു വയനാടിന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കേണ്ട കേന്ദ്ര മറുപടി. അങ്ങേയറ്റം നിരാശാജനകമായ, അങ്ങേയറ്റം ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പ്രതിഷേധം അറിയിക്കേണ്ട രീതിയിൽ തന്നെ ആയിരുന്നു വയനാടൻ ദുരന്തത്തോട് കേന്ദ്ര സർക്കാർ ഇതുവരെയുള്ള പ്രതികരണം. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പോയി അമിത്ഷായെ കാണുകയും ഉടൻ തന്നെ അതിൽ തീരുമാനമുണ്ടാവും എന്നൊക്കെയുള്ള ചില പോസിറ്റീവ് എന്ന് തോന്നിയേക്കാവുന്ന ചില വാർത്തകൾ കൂടി ഡൽഹിയിൽ നിന്ന് വന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. സലീം മാലിക് കൂടി ചേരുന്നുണ്ട്. സലീം, LDF ആ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണോ ഈ ദിവസം? സലീം. കശ്മി, തീർച്ചയായും അതെ. അതായത് LDF സംസ്ഥാനത്തിന് അർഹമായ പണം അത് നൽകുന്നില്ല, കേന്ദ്രം നൽകുന്നില്ല എന്നതിന്റെ പ്രതിഷേധമാണ് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് അത് രാജ്ഭവനിലേക്ക് മാർച്ച് എന്ന നിലയിൽ ഒരു വലിയ പ്രതിഷേധം, അത് ഈ പങ്കാളിത്തം കൊണ്ടുകൂടിയത് അതിന്റെ വലിപ്പം നമുക്ക് അളക്കാൻ കഴിയും. കാരണം 10,000-ലധികം പേര് അണിനിരത്തിയാണ് LDF തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ച് രാജ്ഭവനിലേക്ക് എത്തിയത്. ആ മാർച്ചിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തിരുവനന്തപുരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. MV ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു. കേന്ദ്രം അർഹതപ്പെട്ട പണങ്ങൾ പോലും നൽകുന്നില്ല, പലപ്പോഴും നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയം. പ്രതിപക്ഷം ആ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിന്നു. രാഷ്ട്രീയം മറന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം പ്രതിഷേധം MPമാർ ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിച്ചു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പ്രതിപക്ഷത്തെ അഭിനന്ദിക്കുന്നു. അതേസമയം കേരളത്തിലെ BJP MPമാർ കേന്ദ്ര മന്ത്രിമാർ കൂടിയാണ്, അവരെ വിമർശിക്കുക കൂടി ചെയ്തു. മലയാളികളായ BJP MPമാർ കേരളത്തിനായി ശബ്ദമുയർത്തിയില്ല എന്നുകൂടി MV ഗോവിന്ദൻ പറയുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പണം നൽകിയാലും ഇല്ലെങ്കിലും പുനരധിവാസം കേരളം നടപ്പാക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഈ രാജ്ഭവൻ മാർച്ചിനിടെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന പുനരധിവാസത്തിന് മാതൃകയായ വയനാട് പ്ലാൻ എന്നതാണ് സർക്കാർ നിലപാട് എന്നുകൂടി പറയുന്നു. മാത്രമല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി അഭിമുഖീകരിക്കുന്നതാണ് കേരളത്തിന്റെ രീതി. ഓരോരുത്തരും സന്നദ്ധ പ്രവർത്തകരായി മാറുന്നതാണ് ചരിത്രം. ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ചു, ആ സഹായം ഉണ്ടായില്ല എന്നുകൂടി MV ഗോവിന്ദൻ പറയുന്നു. സർക്കാർ കണ്ടെത്തിയ ഭൂമിയിൽ എന്തായാലും പുനരധിവാസം നടപ്പാക്കും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം MPമാർ ഉൾപ്പെടെ, കേരളത്തിലുള്ള MPമാർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു. അതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയും സഹായ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയൊക്കെ നിലനിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ 5 മാസമായി ഈ ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തം വന്ന 10ാം നാൾ കേന്ദ്ര സംഘവും 11ാം നാൾ പ്രധാനമന്ത്രിയും കേരളത്തിലേക്ക് എത്തിയിട്ടും കേരളത്തിന് അർഹതപ്പെട്ട സഹായം ലഭിച്ചിട്ടില്ല. കേന്ദ്ര ദുരന്തം എന്നൊരു വിശേഷണവും ആ ദുരന്തത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതിന്റെ കൂടി പ്രതിഷേധമാണ് നമുക്ക് ഈ രാജ്ഭവന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഹാഷ്മി, ഓക്കെ, ഇക്കാലം അത്രയും അനുകൂലമായ ഏതെങ്കിലും തരത്തിൽ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതികൂലമെന്ന് തോന്നിയേക്കാവുന്ന പല സമീപനങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നുമില്ല എന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ ഇരുന്ന് ലഘൂകരിക്കുന്ന വാർത്ത കാഴ്ച ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് വൈകുന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വയനാടിൻ്റെ ദുരന്തം സംബന്ധിച്ച് ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഔദാര്യമല്ല, നമുക്ക് അർഹതപ്പെട്ട ഒരു സഹായമാണ്, അത് കിട്ടും എന്ന് തന്നെ നമ്മൾ വളരെ പോസിറ്റീവായി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും LDF ഇന്ന് സമര ദിവസമാക്കുന്നു ആ വിഷയത്തിൽ.